ഫൈനലി ഇന്നാണ് നമ്മളെ ഷോപ്പ് ഇടാൻ പോകുന്നത്. എൻ്റേത് ബുക്ക് ഷോപ്പാണ് ഞാൻ വിചാരിച്ചിരുന്നത്. സോ ഇന്നലെ തന്നെ നമ്മൾ ഫുൾ ട്രേഡിംഗ് ഹാളും സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം എല്ലാ ബുക്കും ഉണ്ട്. ആൻഡ് ഇനിയും കുറച്ച് ബുക്ക് കൂടി ആഡ് ചെയ്യാം. എന്തായാലും നമുക്ക് ജസ്റ്റ് ഇന്ന് ബിൽഡും കാര്യങ്ങളും ഇന്ന് തന്നെ സെറ്റാക്കാം. ടൗണിൽ ഒന്നും നമ്മളിതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ ടൗണിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം. ഫസ്റ്റ് ഞാൻ ബാങ്ക് ആഡ് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. എതിർ ഓപ്പൺ ആണെങ്കിൽ പിന്നെ ബാങ്ക് ആഡ് ചെയ്യുവാണെങ്കിൽ നമ്മളെ ലോക്കറും കാര്യങ്ങളൊക്കെ ഫുള്ള് സെറ്റാക്കായിരുന്നു. സോ നമുക്ക് നേരെ ഇന്നത്തെ വീട്ടിലേക്ക് കയറാം. അപ്പോൾ നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയിട്ട് ഏകദേശം ഈ ഒരു രീതിയിലേക്ക് നമ്മൾ നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങോട്ട് നോക്കിയാൽ ഏകദേശം ഒരു 19 വില്ലേജസോളം ആയിട്ടുണ്ടാവണമെന്നാണ് ഈ ഒരു ഏരിയയിലേക്കൊക്കെ ആക്കി ഈ ഒരു സൈഡിലൂടെ ആക്കാറുണ്ട്. ആൻഡ് ഇതേപോലെ നേരെ ഓപ്പോസിറ്റും ചെയ്തിട്ടുണ്ട്. ഏകദേശം നമ്മളെ ബുക്കും കാര്യങ്ങളൊക്കെ പിന്നെ എനിക്ക് അയണും കാര്യങ്ങളും കൊടുക്കാനുള്ള അതും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കുറച്ചുകൂടി ആഡ് ചെയ്യണം. ഇപ്പോൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പുതിയ പുള്ളി വന്നിട്ടുണ്ട്. അങ്ങോട്ട് ഇനി കുറച്ച് ബിൽഡ് ചെയ്യാനൂടി ഉണ്ട്. ഫുള്ളൊരു ബോക്സ് ടൈപ്പാണ് വിചാരിക്കുന്നത്. ഓക്കെ, ഏകദേശം നമ്മൾ കാര്യങ്ങളൊക്കെ സെറ്റാക്കി നമുക്ക് നേരെ ഷോപ്പിലായിട്ട് പോയിട്ട് നമുക്കവിടെ ഫുള്ള് സെറ്റാക്കാം. സോ / സ്പോണെന്ന് വെച്ചിട്ട് നമുക്ക് നേരെ സ്പോണിലൊക്കെ ഇട്ടാലോ. പിന്നെ നമുക്ക് നാളെ ബാങ്കും കാര്യങ്ങളൊക്കെ സെറ്റായാൽ പിന്നെ ഫുള്ള് വിഷയം നമ്മൾ തനി കേരളം വൈബാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മളെ കൂടെ ഡ്രോപ്പ് കൂടി ബിൽഡ് ചെയ്യാൻ കൂടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പുള്ളി ഉണ്ടാവും. ഓക്കെ, എന്തായാലും നമുക്ക് നേരെ പോവാം. ഓക്കെ, നമ്മളെ ഋഷില എന്ന് പറയുന്ന ഒരു പുള്ളിയുണ്ട്. പുള്ളിയുടെ ഷോപ്പിൽ ബ്രൗൺ ബുക്ക് എടുത്തു വന്നു. നമുക്ക് കുറച്ച് ബ്രൗണ്ട് എടുക്കാം കേട്ടോ. നമുക്ക് കുറച്ച് ആവശ്യം ഉണ്ടാവും. നമ്മളെ ഏറ്റവും റൂഫിൽ കുറച്ച് കാർപ്പറ്റ് ചെയ്യാനൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്കതെന്തായാലും എടുക്കാം. വൈ മാറിപ്പോയി. ഓക്കെ, നമ്മൾ ഏകദേശം ഒരു സ്റ്റാക്കോളുണ്ട്. നമ്മളാണ് ഈ സർവ്വത്തിൽ എത്തിച്ച്. ഓക്കെ, പ്ലേ ഗ്രൗണ്ടാണ് ഇങ്ങോട്ട്. അപ്പോൾ നമുക്ക് ഷോപ്പ് ഇങ്ങോട്ടാണ്. ഗൈസ്, അപ്പം നമ്മൾ മുട്ടായിത്തെരുവിൽ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് എൻ്റെ ഷോപ്പ്. മല്ലു ബ്ലേഡ് ബുക്ക് ഷോപ്പ്. ഓക്കെ, നമ്മളെ ഈ ഒരു ഏരിയയിൽ ഇപ്പോൾ ഓൾറെഡി കുറച്ച് ഷോപ്പും കാര്യം വന്നിട്ടുണ്ട്. ഞാൻ ഇതുവരെ നമ്മളെ ഷോപ്പിംഗ് ഡിസ്ട്രിക്റ്റ് ഇതുവരെ കാണിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. സോ ഞാൻ ജസ്റ്റ് എല്ലാ ഷോപ്പും ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ അയണിൻ്റെ. കണ്ട ഇതിലുള്ള ഏറ്റവും അടിപൊളി ബിൽഡാണിത്. ആടിങ്ങനെ നിൽക്കുന്നുണ്ട, വിഷയമല്ലേ. ഓക്കെ, ഈ ഒരു അയണും അതുപോലെ തന്നെ ഈ സൈഡിലുള്ളത് ഫുഡ് ഷോപ്പാണ്. ഇതായത് നോക്കിയേ, ഒരു അയൺ ഗോളം നമുക്കിങ്ങനെ ഫ്ലവർ വരുന്ന ടൈപ്പിനാണ് പുള്ളി ഈ ഒരു ബിൽഡ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇപ്പുറത്തെ ഫുഡ് ഷോപ്പ് ഉണ്ട്. ആൻഡ് അവിടെ ഒരു ടോട്ടം ഷോപ്പ്, പിന്നെ നമ്മുടെ ഷീപ്പിൻ്റെത് ഇവിടെയുണ്ട്. എന്തായാലും എൻ്റെ ഒരു സ്റ്റാക്ക് ഡയമണ്ടുള്ള സ്ഥിതിക്ക് പുള്ളി ഇതിൽ ബ്രൗണിൻ്റെ സാധനം സ്റ്റോക്ക് ചെയ്തു എന്നാണ് പറഞ്ഞത്. നമുക്കതെന്തായാലും അടിച്ച് കാലിയാക്കാം. ഓക്കെ, പുള്ളി എപ്പോൾ ഈ ഒരു ഏരിയയിൽ സെക്യൂരിറ്റി നിൽക്കും തോന്നുന്നു. എപ്പോൾ വന്നാലും ഉണ്ടാവും ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. ഓക്കെ, ഇവിടെ ഇത് ഫുള്ളൊരു വോൾ ഷോപ്പാണ്. ഇങ്ങോട്ട് നോക്കിയാലൊക്കെ കാണാം. ഇവിടെ നോക്കുവാണെങ്കിൽ ഏകദേശം എല്ലാ കളറും ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഗ്രേ, ബ്ലാക്ക്, എല്ലാ കളറും ഉണ്ട്. വിഷയമാണ്. ഓക്കെ, 2 ഡയമണ്ടിന് ഒരു സ്റ്റാക്ക് വൂളാണ് കളറിൻ്റെ ആയിട്ട് വരുമ്പോൾ. വൈറ്റ് ആയിട്ട് വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു സ്റ്റാക്കിന് ഇതാണ്. എന്തായാലും നമുക്ക് ഇവിടെ ഒരു പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. വന്നിട്ടേ ഉള്ളൂ ഇപ്പോൾ. എന്തായാലും ഇതൊന്ന് തീർത്ത് കൊടുക്കാം. ക്ലിക്ക് ചെയ്തങ്ങ് തീർക്കുക തന്നെ. ഔട്ട് ഓഫ് സ്റ്റോക്ക്, ഇത്രേ ഉള്ളൂ. നമുക്ക് ആവശ്യമൊന്നുമില്ല, നമുക്ക് പ്രത്യേകിച്ച് ആവശ്യം കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ സ്റ്റോക്ക് ഔട്ട് ചെയ്യണം തോന്നി, സ്റ്റോക്ക് ഔട്ട് ചെയ്തു. എന്താ, നമ്മളാണ് റിച്ച്. ഇവിടെ ഇരിക്കുന്നത്. എന്തായാലും നമുക്ക് സ്റ്റോക്ക് ഔട്ട് ചെയ്തെന്ന് അറിയാം. ബ്രോ, സ്റ്റോക്ക് ഔട്ടായി. ഓക്കെ ഗായ്സ്, എന്തായാലും നമ്മളെ ഷോപ്പും ബിൽഡിങ്ങിൻ്റെ കാര്യത്തിലേക്ക് നേരെ കയറാം. എന്തായാലും നമ്മൾ ഈ ഒരു ഷോപ്പിലേക്കുള്ള എല്ലാ ഐറ്റംസും മെയിൻലി വൂളാണ്. അത് മൊത്തം ഈ ഒരു ഷോപ്പിൽ നിന്നാണ് നമ്മൾ വാങ്ങാൻ പോകുന്നത്. പുള്ളി ഫുൾ ടൈം ഇവിടെ ഇരിക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് നേരെ നമ്മളെ ബേസും നമ്മളെ ബുക്ക് ഷോപ്പ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ പോകാം. അതിന് മുന്നേ നമുക്ക് കുറച്ച് വൈറ്റ് വൂൾ വേണം. ഇൻവെൻട്രി ഫുള്ളായി. എന്തായാലും നമ്മൾ ഇൻവെൻട്രി ക്ലിയർ ചെയ്തിട്ട് നമ്മൾ ബാക്കി വൂൾ നമുക്ക് എടുക്കാം.
യാ ഫൈനലി ഇതേ നമ്മൾ ബിൽഡും കാര്യങ്ങളും ഏകദേശമൊക്കെ ഇതേ പണി തീർത്തിട്ടുണ്ട്. ഇതേ ഏകദേശം ഞാൻ ഉള്ളിലേക്ക് ഏകദേശം ഷോപ്പ് കാര്യങ്ങളൊക്കെ ഇട്ടു കേട്ടോ. ഇതേ ഏകദേശം ഇതാ ഈ ഒരു എല്ലാ ഷോപ്പും കാര്യങ്ങളും ഉണ്ട്. ആൻഡ് സെക്കൻഡ് ഫ്ലോറിൽ ജസ്റ്റ് വെച്ചിട്ടേ ഉള്ളൂ. ഷോപ്പും കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഒരു ഓഫ് ക്യാമറയിൽ ചെയ്യുന്നതാണ്. ആൻഡ് ഈ ഒരു തേർഡ് ഫ്ലോറിലായിരിക്കും. അങ്ങനെ ഈ ഒരു തേർഡ് ഫ്ലോറിൽ ഈ ഒരു 3 ഫ്ലോറിലൂടെ ആയിട്ട് നമ്മൾ ഏകദേശം എല്ലാ പുസ്തകവും കൂടി കൊടുക്കാനാണ് വിചാരിക്കുന്നത്. നമ്മൾ വില്ലേജേഴ്സ് തരുന്ന എല്ലാ ടൈപ്പ് പുസ്തകവും ഒന്നുപോലും വിട്ടാതെ. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ഇനിയും ഫ്ലോറ് കൂട്ടുക, അത്രേ ഉള്ളൂ. നമുക്ക് ഗെയിമിൽ കിട്ടുന്ന എല്ലാ തരം ബുക്കും നമുക്ക് ഈ ഒരു ബുക്ക് ഷോപ്പിൽ കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു പ്ലാൻ. എന്താവുന്നൊന്നും അറിയില്ല. ഈ ഒരു ടൈപ്പാണുള്ളത്. അതിൻ്റെ മുകളിൽ ഏറ്റവും ടോപ്പിൽ നമുക്ക് ആ ഒരു ബ്രൗൺ കാർപ്പറ്റ് വെച്ചിട്ട് ഫുള്ളൊന്ന് സെറ്റാക്കാനുണ്ട്. ചിലപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ഏതെങ്കിലും ഒരു ഫ്ലോർ കൂടി ചിലപ്പം കൂട്ടും. നമ്മൾ ആ ഒരു ലെക്ടണ് വെക്കണതോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് വെക്കണമെന്ന് ആഗ്രഹമുണ്ട്. എന്താവുമെന്നറിയില്ല. പിന്നെ നമ്മളെ ആ ഒരു പക്ക എഫിഷ്യൻ്റായിട്ട് അയൺ ഫാം ഉണ്ടായതുകൊണ്ട് തന്നെ ഇപ്പം നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് അയണും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതേ ചുറ്റും എമറാൾഡ് കാര്യങ്ങളൊക്കെ കാണാം. ഓക്കെ, എനിവേ നമ്മുടെ വീഡിയോ ഏകദേശം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നമുക്ക് നാളെ നമ്മളെ ടൗണിലത്തെ പരിപാടികളും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് പ്ലാൻ. സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ടാറ്റ ബൈ ബൈ. വയ്ക്കോ.